ലൈവ് ന്യൂസ് പുതുക്കാട്. ആരെടുക്കും തൃശൂർ? ജനം പറയട്ടെ. സുരേഷിക്കൊന്നും ഒരു സാധനമില്ല. സുരേഷ് ഗോപി നടനായിട്ട് അഭിനയിക്കാനേ പറ്റുള്ളൂ. അതൊക്കെ അവിടെ അഭിനയ രംഗത്ത് മതി. ഇവിടെ ഒന്നും വില പോവില്ലേ. അവിടെ അച്ഛൻ്റെ സ്മൃതി മണ്ഡപം ഭാഗം മാത്രമാണ് ആൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു വോട്ടിൻ്റെ തിരിമറിയാണോ എന്ന് വരെ പറയാൻ പറ്റില്ല. എന്നിരുന്നാലും സുനിൽ കുമാർ ഇവിടെ വിജയിച്ചിരിക്കും. എന്ത് കിട്ടുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിൽ നടക്കാത്ത ആള് ഇവിടെ ഒന്നല്ലാണ്ട് നിൽക്കുന്ന കാലത്ത് ഇവിടെ എല്ലാവിധം കാര്യങ്ങളൊക്കെ ആള് ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം ജയിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. പക്ഷേ അത് നമ്മളെ ആശ വേറെ തെറ്റ് ചെയ്യാൻ പറയും. ആള് പാവപ്പെട്ടവരെ സഹായിക്കും. ഈ പെൻഷൻ കിട്ടാത്തവർക്ക് ആള് സ്വന്തം ധനത്തിൽ നിന്ന് പെൻഷൻ പൈസ എടുത്തു കൊടുക്കും. ആരെടുക്കും തൃശൂർ? ജനം പറയട്ടെ. തൃശ്ശൂര് മുരളി ജയിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിനെതിരെ, അതിന് തന്നെ കേന്ദ്രത്തിൻ്റെ വർഗീയതയ്ക്കെതിരെ കേരളത്തെ ജനങ്ങൾ മുഴുവനും ഏറെക്കുറെ തീരുമാനിച്ചു കഴിഞ്ഞു. ഐക്യ ജനാധിപത്യ മുന്നണിക്കാണ് വോട്ട് ചെയ്യാന്ന്. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യാൻ മാത്രമേ ഇവിടെ സ്നേഹം ഉണ്ടാവുള്ളൂ, സമാധാനം ഉണ്ടാവുള്ളൂ, ഉയർച്ച ഉണ്ടാവുള്ളൂ. ഇന്ന് കാണുന്ന രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഈ കോൺഗ്രസിനെ എതിർത്ത ആൾക്കാരാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ കൂടിയാണ് ഇവരൊക്കെ. കോൺഗ്രസ് ഇല്ലാണ്ട് പറ്റില്ല എന്ന് അവർക്കൊക്കെ മനസ്സിലായി. അതാണ് അതിൻ്റെ സാരം. സുരേഷിക്കൊന്നും ഒരു സാധനമില്ല. സുരേഷ് ഗോപി നടനായിട്ട് അഭിനയിക്കാനേ പറ്റുള്ളൂ. അതൊക്കെ അവിടെ അഭിനയ രംഗത്ത് മതി. ഇവിടെ ഒന്നും വില പോവില്ലേ. മുരളീധരൻ്റെ പെങ്ങളൊന്നും പോയോണ്ട് 10 ആള് പോവില്ല. അവൾ മാത്രമേ പോവുള്ളൂ. അവളൊക്കെ ആരെ വില വെച്ചോണം ഇവിടെ? ഇവിടെ കോൺഗ്രസിനാണ് ജനം വില വയ്ക്കുന്നത്. മുരളീധരനല്ല വോട്ട് ചെയ്യണേ, കോൺഗ്രസിനെ വോട്ട് ചെയ്യണേ, ഐക്യ ജനാധിപത്യ മുന്നണിക്കാണ് വോട്ട് ചെയ്യണേ. എന്ത് സംശയം? യാതൊരു സംശയമില്ല. ആ മാറ്റം ഇവിടെ നമ്മൾ യൂട്യൂബിലൊക്കെ കാണില്ലേ. രാഹുൽ ഇങ്ങനെ ന്യായയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത് ലക്ഷക്കണക്കിന് പേരാണ് കൂടെ വരണേ. പിന്നെ എങ്ങനെ ജയിക്കാണ്ടിരിക്കുക? ഇവിടെ കോൺഗ്രസിന് വളരെയധികം പ്രതീക്ഷയുണ്ട്. യാതൊരു സംശയം വേണ്ട. മുരളീധരൻ ജയിക്കും. ഇപ്പം തന്നെ ജയ് പിടിച്ചു തുടങ്ങാം. തൃശ്ശൂര് സുനിൽ കുമാറിനാണ് ആരും ജയിക്കാൻ സാധ്യത കുറവല്ലേ. സുനിൽ കുമാറിനായിരിക്കും. ആളെ വ്യക്തിത്വത്തിനോടൊരു മാർക്ക് കൂടി നടക്കും. ജനങ്ങളുടെ ആളെ പ്രവർത്തനങ്ങളും എല്ലാ കാര്യങ്ങളുടെ കാര്യം സുനിൽ കുമാറിന് തന്നെയാണ് സാധ്യത കൂടുതൽ. ആള് ഇവിടെ മന്ത്രിയൊക്കെ ഉണ്ടായിരുന്നല്ലോ 5 വർഷത്തോളം. അപ്പൊ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്തതായിട്ട് പിന്നെ കൃഷി വകുപ്പിന്റെ ഭാഗമായിട്ട് എല്ലാ കാര്യങ്ങളും അപ്പോൾ എന്തെങ്കിലും വിത്തുകളായിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാത്തിനും മുന്നിൽ നിന്നൊരു എല്ലാ ഒരു കൂടെ ആള് ഒരു നേതാവിനെ പോലെയല്ല, കൂടെ നാണികളെ പോലെ കൂടെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആളെ തന്നെ മുന്നോട്ട് ആളെ തന്നെയാണ്. അതാണ് ജനങ്ങളുടെ വികാരം. ആളെ തന്നെ വരുന്നുണ്ട്. ആൾക്ക് തന്നെ താരമൂല്യം നോക്കി മാത്രം കാര്യമില്ലല്ലോ. ആള് തന്നെ വെറുതെ പരസ്യത്തിന് വേണ്ടി കിടന്ന് നടക്കുക. പരസ്യത്തിന് വേണ്ടി ഞാനാണ് വലുത് ആളെന്ന് പറഞ്ഞ രീതിയിൽ അതല്ല. ജനങ്ങളുടെ ഇടയിൽ ഒന്ന് പ്രവർത്തിക്കണം. അല്ലാണ്ട് ഒരു ഇലക്ഷൻ വരുമ്പോൾ മാത്രം വന്നിട്ട് ഞാൻ ഇവിടെ ഒരു ഇലക്ഷൻ നിൽക്കുന്ന സ്ഥാനാർത്ഥിയാന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ല. ജനങ്ങളുടെ ഇടയിൽ നിന്ന് സംസാരിക്കാനും എല്ലാ ഇത് കഴിവുള്ള മനുഷ്യനാണെങ്കിൽ അവിടെ ഞങ്ങൾ ഇരിക്കാം. പക്ഷേ അവിടെ അങ്ങനെ ഒരു വ്യക്തിയല്ല. കുറേ കാശ് വെറുതെ കുറേ ആൾക്കാർക്ക് വാരി കോരി ചിലവ് ചെയ്തൊന്നും കാര്യമില്ല. വോട്ട് എന്ന് പറഞ്ഞൊരു വ്യക്തിത്വമാണ്. ആ വ്യക്തിത്വത്തിൻ്റെ വോട്ട് സുനിൽ കുമാറിന് തന്നെ ആയിരിക്കും, ആവണം. അത് തന്നെ എൻ്റെ ആഗ്രഹവും അത് തന്നെ ആവും. ഈ സ്ഥാനാർത്ഥി അവസാന നിമിഷത്തിൽ തൃശ്ശൂർ എടുക്കാൻ വേണ്ടി കെ മുരളീധരൻ പഴയ കരുണാകരൻ്റെ മോനോട് വന്നിട്ടുണ്ടല്ലോ. ആൾക്ക് ഏതെങ്കിലും രീതിയിൽ തൃശ്ശൂർ സ്വാധീനം ചെലുത്താൻ പറ്റുമോ? ആൾക്ക് സ്വാധീനം ചെലുത്താൻ പറ്റിയ ആൾക്ക് ആ കൂടി സ്വാധീനം ചെലുത്താൻ പറ്റിയത് ആളെ അച്ഛൻ്റെ സ്മൃതി മണ്ഡപം ഭാഗം മാത്രമാണ് ആൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു വോട്ടിൻ്റെ തിരിമറിയാണോ എന്ന് വരെ പറയാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും സുനിൽ കുമാർ അവിടെ വിജയിച്ചിരിക്കും. ഒരു തർക്കമില്ല. തൃശ്ശൂർ ആരെടുക്കാനാണ് സാധ്യത? ആരെടുക്കാന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ആരെടുക്കാനാണ് ആഗ്രഹം? നമുക്ക് അങ്ങനെ പ്രത്യേക ഒരു ഇതില്ല. രാഷ്ട്രീയ അപ്പൊ ആ സമയത്ത് ആർക്ക് തോന്നണോ അവര് വോട്ട് ചെയ്യും. അങ്ങനെയാണ്. അതെ. ഇപ്പൊ ഈ സുരേഷ് ഗോപിയൊക്കെ മത്സരിക്കേണ്ടല്ലോ. സുരേഷ് ഗോപിക്കൊക്കെ ജയിക്കാനുള്ള സാധ്യത ഉണ്ടോ? പറയില്ല. നമ്മളൊരാളെ ഇതായിട്ട് പറയില്ല. നമ്മളതിനെ അനുകൂലിക്കാൻ പാടില്ല. ചേട്ടൻ്റെ അഭിപ്രായത്തിൽ തൃശ്ശൂർ ആരെടുക്കും? ചേട്ടൻ പറഞ്ഞോ, അവിടെ ചോദിക്കാലോ. എനിക്കറിയില്ല. തൃശ്ശൂർ ആരെടുക്കാന്ന് അറിയില്ല. ആര് ജയിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു? ഇവിടെ നന്നായി ഭരിക്കാൻ പറ്റിയൊരു എടുക്കുക, ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുക,
അത്ര പറയുള്ളൂ. ഭരിക്കാൻ കഴിവുള്ള സ്ഥാനാർത്ഥി ആരിപ്പോ നിൽക്കുന്നത്? ഇപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 3 സ്ഥാനാർത്ഥികളും നല്ല സ്ഥാനാർത്ഥികളാണ്. 3 പേർക്ക് ജയ സാധ്യതയുണ്ട്. ഇപ്പൊ ആര് ജയിച്ചാലും വലിയ ഭൂരിപക്ഷത്തിലൊന്നും ജയിക്കില്ല എന്നുള്ളതാണോ അഭിപ്രായം? ഇല്ലില്ല. ഈ ഇന്ത്യയിലൊരു ഭരണമാറ്റം ഉണ്ടാവും, അങ്ങനെ കൊണ്ടുവരണം. അങ്ങനെ വരണം. 10 വർഷം കൊണ്ട് കുറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടോ? പിന്നെ ഇപ്പോഴും ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഇവിടെ കേരളത്തിൽ. പെട്രോളിനൊക്കെ വില കൂടിയതൊക്കെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കും. പിന്നെ അപ്പോൾ ഭരണമാറ്റമാണ് ആഗ്രഹിക്കുന്നത്. ചേട്ടാ, ഇത്തവണ തൃശ്ശൂർ ആരെടുക്കും? സുരേഷ് ഗോപി. എന്തുകൊണ്ട് സുരേഷ് ഗോപി? നല്ലൊരു മനുഷ്യ സ്നേഹിയാണ്. പിന്നെ ആൾ ചെയ്ത പ്രവർത്തികൾ തൃശ്ശൂരിന് വേണ്ടി നല്ല പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തൃശ്ശൂർ ഈ പ്രാവശ്യം സുരേഷ് ഗോപിനെ എടുക്കാൻ തീർച്ചയായും. ആള് ഈ മനുഷ്യ സ്നേഹിക്കുക എന്നുള്ള കാര്യമൊക്കെ ആളുടെ കയ്യിൽ നിന്ന് കാശുകളെടുത്ത് ചെലവാക്കുന്നുണ്ട്. പക്ഷേ കേന്ദ്രത്തിൽ നിന്ന് ആൾക്ക് എത്രത്തോളം ഫണ്ടുകളും സഹായങ്ങളും തൃശ്ശൂർക്ക് എത്തിക്കാൻ പറ്റുന്നത് തോന്നുന്നു. എന്ത് കിട്ടുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നടക്കാത്ത ഇപ്പോൾ ആള് ഇവിടെ ഒന്നല്ലാണ്ട് നിൽക്കുന്ന കാലത്ത് ഇവിടെ എല്ലാ ഒരുവിധം കാര്യങ്ങളൊക്കെ ആള് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ചില നടപടികൾ ഇപ്പോൾ ജനങ്ങൾക്ക് ദോഷകരമായുണ്ടല്ലോ. ഇപ്പോൾ പെട്രോൾ വില, ഗ്യാസ് വില ഒക്കെ ചർച്ചയാവുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ. അങ്ങനെയുള്ള തീരുമാനങ്ങൾക്കെതിരെ സുരേഷ് ഗോപിക്ക് ശബ്ദിക്കാൻ സാധിക്കുമോ? പിന്നെ തീർച്ചയായിട്ടും സാധിക്കാൻ കഴിയുന്നതാണ് നമുക്കൊരു വിശ്വാസം. സുരേഷ് ഗോപി കേന്ദ്ര മന്ത്രിയാവുന്ന എന്തെങ്കിലും തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? തീർച്ചയായും ഉറപ്പാണ്. അത് ഞങ്ങളുടെ മോദിയുടെ ഗ്യാരണ്ടിയാണ്. ആളെ തൃശ്ശൂരിന് വേണ്ടി ചെയ്ത് എല്ലാവരും വിജയിപ്പിച്ചാൽ തീർച്ചയായും ഒരു തൃശ്ശൂരിന് ഒരു മന്ത്രി ഉറപ്പാണ്. ഈ UDFന്റെ സ്ഥാനാർത്ഥി കെ മുരളീധരൻ പഴയ മുഖ്യമന്ത്രിയുടെ മോനാണ്. അത് സുരേഷ് ഗോപിക്ക് ഏതാ തരത്തിൽ ഭീഷണിയാവും? ഒരിക്കലും ഇല്ല. ആള് ഒരു 3ാം സ്ഥാനത്തിലേക്ക് പോകാനാണ് സാധ്യത. അപ്പോൾ 2ാം സ്ഥാനത്ത് സുനിൽകുമാർ വരാനാണ് സാധ്യത. അപ്പോൾ കേന്ദ്രത്തിൽ മോഡി തന്നെ വീണ്ടും അധികാരത്തിൽ വരും. 100% ഗോപി തൃശ്ശൂരിൽ ജയിച്ച് ഒരു കേന്ദ്രമന്ത്രിയാവും എന്നുള്ളതാണ് നിങ്ങൾ പറയുന്നത്. ഓക്കെ. ചേച്ചി, ഇത്തവണ തൃശ്ശൂർ ആര് ജയിക്കാൻ സാധ്യത? തൃശ്ശൂര് സുരേഷ് ഗോപി ജയിക്കണം. അതെന്താ ഇത്ര ഉറപ്പ്? ആള് നല്ല മനുഷ്യനാണ്. ആള് എല്ലാവർക്കും വേണ്ടി നല്ല സഹായങ്ങൾ ചെയ്യും. അപ്പോൾ ആള് ജയിക്കന്നെ വേണം. ആളെ ജയിപ്പിക്കണം. നമുക്ക് നമ്മുടെ നാടിന് വേണ്ടി എന്തൊക്കെ സഹായങ്ങൾ ചെയ്താൽ ഓർമ്മയുണ്ടോ? ആള് പാവപ്പെട്ടവരെ സഹായിക്കും. ഈ പെൻഷൻ കിട്ടാത്തവർക്ക് ആള് സ്വന്തം ധനത്തിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കും. ആള് നല്ലൊരു മനുഷ്യനാണ്. സാധാരണ നമ്മുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥികളൊക്കെ വോട്ട് കിട്ടി ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭഗത്തി കാണാറില്ല. സുരേഷ് ഗോപി അങ്ങനെ ആവോ? ഇല്ല. ആളുടെ വീട് കൊല്ലത്താണ്. തൃശ്ശൂരിൽ നിന്ന് ആള് പിന്നെ കാണാൻ കിട്ടാത്ത ഒരു അവസ്ഥ. ഇല്ല, ആളെ കിട്ടും. ആള് ജയിച്ചു കഴിഞ്ഞാൽ ആള് തൃശ്ശൂർ തന്നെയാണ്. തൃശ്ശൂരാണ്. അപ്പോൾ മറ്റുള്ള സ്ഥാനാർത്ഥികൾക്ക് എന്തെങ്കിലും സാധ്യതകളുണ്ടോ? ഇപ്പോൾ LDFന്റെ VS സുനിൽകുമാറാണെങ്കിലും കോൺഗ്രസിന്റെ കെ മുരളീധരനായാലും അവർക്കൊക്കെ എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ? സുരേഷ് ഗോപി ജയിക്കുന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം. മറ്റവരെ പറ്റി എനിക്കറിയില്ല. അപ്പോൾ കേന്ദ്രത്തിൽ മോഡിയുടെ ഭരണം തന്നെ തുടരണം. അതെ, തുടരണം. അത് കാണണം. സുരേഷ് ഗോപി ജയിക്കണം. മോദിയുടെ ഭരണം തുടരണം. ചേട്ടാ, ഇത്തവണ തൃശ്ശൂർ ആരെടുക്കാനാണ് സാധ്യത? ഇവിടെ ജയിക്കാൻ പോകുന്നത് സുനിൽകുമാറാണ്. അതെന്താ സുനിൽകുമാർ ജയിക്കുമെന്ന് ഉറപ്പ് പറയണം? ആള് നല്ലൊരു വ്യക്തിയാണ്. അതിലേക്ക് ആള് ജയിക്കണം. അപ്പോൾ ഈ മുരളീധരനും സുരേഷ് ഗോപിക്ക് അതുപോലെ നല്ല വ്യക്തികൾ തന്നെയാണല്ലോ അഭിപ്രായം. അപ്പോൾ ആയിരിക്കാം. അതിൽ എല്ലാത്തിലുപരി സുനിൽകുമാറിനാണ് കൂടുതൽ താല്പര്യം. അതെന്തുകൊണ്ടാണ് സുനിൽകുമാറിന് താല്പര്യം? ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന നേതാവായതുകൊണ്ടാണ്. അതുപോലെ തന്നെയാണല്ലോ ഇപ്പോൾ സുരേഷ് ഗോപി ഒരു 5 വർഷത്തോളമായി തൃശ്ശൂർ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ഒരുപാട് സഹായങ്ങൾ ചെയ്യണമെന്നൊക്കെ മൊത്തത്തിലൊരു അഭിപ്രായങ്ങളുണ്ട്. ആയിരിക്കാം. അതിലേക്കാളും ഉപരി നമുക്ക് താല്പര്യം സുനിൽകുമാറിനോടാ. സുനിൽകുമാർ ജയിക്കുന്നതാണ് ആഗ്രഹം. അപ്പോൾ ഇപ്രാവശ്യം ഇന്ത്യയിലൊരു ഭരണമാറ്റം വേണമെന്ന് ആഗ്രഹമുണ്ടോ? ഇന്ത്യയിൽ ഭരണമാറ്റത്തിന് സാധ്യതയൊക്കെ വളരെ കുറവാണ്. എന്താ അത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ശരി. നോർത്ത് ഇന്ത്യക്ക് ഏറെ കുറെ BJPക്ക് പോകും. അപ്പോൾ കേരളത്തിന് കുറച്ച് വോട്ടുകൾ കിട്ടിയ കാര്യമില്ല. ഇന്ത്യയിൽ ഭരണമാറ്റം ഉണ്ടാവില്ല എന്നാണ് ചേട്ടൻ്റെ അഭിപ്രായം? സാധ്യമല്ല. കേരളത്തിൽ എങ്ങനെ ഇപ്പോൾ LDFന് നല്ലൊരു സാധ്യത ഉണ്ടോ? ഒരു തരക്കിലത്തൊരു 10 സീറ്റെങ്കിലും കേരളത്തിൽ കിട്ടാൻ വഴിയുണ്ടോ? സാധ്യതയുണ്ട്. അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഉറപ്പാണ്. അടുത്ത തവണ തൃശ്ശൂർ ആരെടുക്കാനാണ് സാധ്യത? എൻ്റെ ആശ ഇന്ന് ചേത്താലും അത് കെ മുരളീധരൻ ജയിക്കുന്ന എൻ്റെ ആശ. അതെന്താ അങ്ങനെ മുരളീധരൻ ജയിക്കുന്നത്? അത് അങ്ങനെ ആശയായി വന്നു പോയി. എന്തുകൊണ്ടാണല്ലേ? അത് അതിനോടുള്ള സ്നേഹം കൊണ്ടാണോ? കേക്കറിന് അച്ഛനായിട്ടുള്ള സ്നേഹം ആ മാളയൊരു മാളിയാക്കി. അതേമാതിരി മോനായിട്ട് നന്നാവട്ടെ. അതാണ് നമ്മുടെ ഇത്. പക്ഷെ തൃശ്ശൂർ ഇതിന് മുന്നും മത്സരിച്ചിട്ട് ഈ മോൻ തോറ്റിട്ടുണ്ടായിരുന്നു. വാ
അപ്പോൾ അത് ഇനി ഇപ്രാവശ്യം അങ്ങനെ വല്ല സാധ്യത കാണുന്നുണ്ടോ? ഈ പ്രാവശ്യം ജയിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. പക്ഷേ അത് നമ്മുടെ ആശ. വേറെ തെറ്റ് ഞാൻ പറയില്ല. ഒരു തെറ്റും നമ്മുടെ പേരിൽ വരും. സുരേഷ് ഗോപിയൊക്കെ മത്സരിക്കുന്നുണ്ടല്ലോ. സുരേഷ് ഗോപിക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ? സുരേഷ് ഗോപി എൻ്റെ നോട്ടത്തിൽ 2ാം സ്ഥാനമായിട്ട് വരണമെന്ന് എൻ്റെ കണക്കൂട്ടില്ല. അല്ലെങ്കിൽ 1ാം സ്ഥാനമായിക്കോട്ടെ, സമ്മതിച്ചു. പക്ഷെ മുരളി ജയിക്കണം എൻ്റെ ആശ. അല്ല, പറഞ്ഞത് തെറ്റി. മുരളി ജയിക്കണം. സുരേഷ് ഗോപി 2ാം സ്ഥാനത്ത് വരണം. 2ാം സ്ഥാനത്ത്. ഈ കേന്ദ്രത്തിലത്തെ ഭരണം മോഡി തന്നെ തുടരുന്നതാണോ? അത് നമുക്ക് വിദ്യാഭ്യാസം കുറവാണ്. ഉള്ള കാര്യം പറയാമല്ലോ. അറിയില്ല. വിദ്യാഭ്യാസം ഇല്ല. നമുക്ക് കെ മുരളീധരൻ ജയിക്കണം. തൃശ്ശൂർ സുരേഷ് ഗോപി എടുക്കുന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നല്ല വ്യക്തിയാണെന്ന് ഞങ്ങളുടെ അഭിപ്രായം. ബാക്കിയുള്ളവരൊക്കെ നിന്ന് ജയിച്ചിട്ടൊരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. മോശമാണെന്നല്ല, നല്ല കാര്യങ്ങൾ ആര് ചെയ്യുന്നു അവർ ജയിക്കുന്ന അഭിപ്രായം. സുരേഷ് ഗോപി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുള്ള പ്രതീക്ഷയുണ്ട്. അതാണ്. അപ്പോൾ ഇക്കൊല്ലം ജയിച്ചാൽ മന്ത്രിയാവാനുള്ള സാധ്യതയുണ്ടോ? മന്ത്രി ആയാലും ആള് നല്ല കാര്യങ്ങൾ ചെയ്യും. നമ്മുടെ കൂടെ നിൽക്കും. ആ ഒരു പ്രതീക്ഷയുണ്ട്. ആരെടുക്കും തൃശൂർ? ജനം പറയട്ടെ. ലൈവ് ന്യൂസ് പുതുക്കാട്. വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവുമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണോ? അധികാരവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ? വരൂ, നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം. ഇനി നിങ്ങളാണ് റിപ്പോർട്ടർ. ലൈവ് ന്യൂസ്, നിങ്ങളോടൊപ്പം, നിങ്ങൾക്ക് വേണ്ടി. വാർത്തകളും അറിയിപ്പുകളും 8301 80 90 39 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക.